ഹായ്, നമസ്കാരം. കാന്താരി മുളകിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ് ടൊമാറ്റോ റൈസ്. വളരെ എളുപ്പത്തിലും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് വീട്ടിലുള്ള സാധാരണ കാണുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ വേവിച്ച് വെച്ച ഒരു ബൗള് ചോറ്, അതായത് ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നി അരി കൊണ്ടുണ്ടാക്കിയ ചോറാണ്. അത് ഇനി ബിരിയാണി അരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 എള്ള് വെളുത്തുള്ളി, 4-5 പച്ചമുളക്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. കടുക്, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, എണ്ണ, മഞ്ഞൾപ്പൊടി, മല്ലിയില, 2 തക്കാളി, പിന്നെ കരിവേപ്പിലയും, 2 പച്ചമുളക് അരിയാം. ഞാൻ 2 പച്ചമുളക് എടുക്കുന്നുള്ളൂ, കാരണം മുളക് പൊടിയുണ്ട്, പിന്നെ വറ്റൽമുളക് കൂടി എടുക്കുന്നുണ്ട്. സോ ഞാൻ 2 പച്ചമുളക് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. നേരത്തെ 4-5 എണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം 1 ടീസ്പൂൺ കടുക് ഇടുക, കരിവേപ്പില ഇടുക, അരിഞ്ഞു വെച്ച വറ്റൽമുളക് ഇടുക, പിന്നെ ചൂടായതിനു ശേഷം പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളകും അതിലോട്ടിടുക. ഫ്ലെയിം ഒന്ന് ചെറുതാക്കുക കേട്ടോ. ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിലോട്ട് ഇടുക. ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒന്ന് ചെറുതാക്കണം, നല്ലതായിരിക്കും. എന്നതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട്, അരിഞ്ഞു വെച്ച തക്കാളി അതിലോട്ട് ഇട്ട് കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. തക്കാളി അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പേസ്റ്റ് രൂപത്തിലാവരുത്. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മളതിനനുസരിച്ച് ഇടാം, കാരണം നമ്മൾ നേരത്തെ വറ്റൽമുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം വേവിച്ച് വെച്ച ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ആവണം. മസാല എല്ലാം എടുത്താവണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയൊരു ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചതിന് ശേഷം നല്ല റെഡിഷ് ആയിട്ടുണ്ടല്ലോ അല്ലേ. മല്ലിയില അതിലോട്ടിട്ട് കൊടുക്കുക.
മല്ലി ഇലയുടെയും കൂടി ഫ്ലേവർ ചെന്നാൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. എന്നതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു കളർഫുള്ളുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു യെല്ലോവും ഗ്രീനും റെഡും മിക്സ്. റെഡിയായി. ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർബായുണ്ട്, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ, എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് എനിക്ക് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടിലൻ ഡിഷുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.